ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മൂവി ഡേറ്റ് ആണ് കേട്ടോ. അതെ, പിന്നെ അത് മാത്രമല്ല കൊറിയർ കൊടുക്കാനും ഉണ്ട് കേട്ടോ. അതാണ് ഇത്ര. അപ്പോൾ എല്ലാവരും വിചാരിക്കും മൂവി കാണാൻ പോകുമ്പോൾ എന്തിനാ ഇപ്പോൾ ഈ ബിഗ് ഷോപ്പർ പോലത്തെ ഒക്കെയാണ്. അപ്പോൾ കൊറിയർ അയക്കാനുള്ളതാണ്. ഒരു കവറും കൂടെ ഉണ്ട്, അത് കാറിലുണ്ട്. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ട് വേണം നമുക്ക് മൂവി കാണാൻ പോകാൻ. അതെ, എന്നിട്ട് നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ പോണം. ഞാൻ കഴിച്ചു ഒരു ദോശ. അതെ, ഞാൻ എന്തായാലും പുറത്തുനിന്ന് കഴിക്കണോണ്ട് എന്തിനാ രാവിലെ വെറുതെ ഇവിടുന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് കഴിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും പോണ അതെ, വിരാസത്ത്. അതെ അമ്മേ, മാളു ഉണ്ട് കേട്ടോ. മാളു എന്തിനോ ഈ മുത്തശ്ശി വരും. മുത്തശ്ശി നമ്മൾ മൂവി കഴിഞ്ഞിട്ടാണ് മുത്തശ്ശി വരിക. അതെ, മുത്തശ്ശിക്ക് AC പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലോ, അപ്പൊ ഒട്ടും പറ്റില്ല. അപ്പൊ മുത്തശ്ശി എന്ത് ചെയ്തു, അറ്റ്ലസിൽ പോയിട്ട് കുറച്ച് മാളൂന് നോട്ട് ബുക്കൊക്കെ അവിടെ റേറ്റ് കുറവുണ്ട് എന്ന് കേട്ടപ്പോ നമ്മൾ വെറുതെ ഒന്ന് പോയി നോക്കാം വിചാരിച്ചു. അങ്ങനെ നമ്മൾ അറ്റ്ലസിലേക്കും പോകണേ കഴിഞ്ഞിട്ട് അതും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ. വെറുതെ ഒന്ന് എന്തായാലും പുറത്തിറങ്ങിയപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് തീർക്കാം എന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടു എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. നമ്മളിന്ന് കാണാൻ പോണതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. സിനിമ നല്ല ആളാ. സിനിമയുടെ പേരറിയില്ലേ അമ്മയ്ക്ക്? സിനിമയ്ക്ക് പോണ ആൾക്കാരത് സിനിമയ്ക്ക് പോവുകയാണ്, പക്ഷെ സിനിമയുടെ പേര് ഏതാന്ന് അറിയില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പൊ ഇന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോ നമ്മള് വിരാസത്തിലേ വരാറുള്ളൂ. അതുകൊണ്ട് നമ്മളിന്നും ഇവിടെയാണ് കേട്ടോ വന്നിരിക്കണേ, വിരാസത്തില്. മാളു വന്നപ്പോ ഉണ്ടായിരുന്നോ? മാളു ഇല്ലായിരുന്നു അല്ലേ? ആ, ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങള് പാൽക്കാന്താരി, അപ്പവും പാൽക്കാന്താരിയും. ഓ, എന്റെ ഫേവറേറ്റ് ആട്ടോ. പിന്നെ മാളൂന് അപ്പവും കടലക്കറിയും, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛൻ സദ്യയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, സദ്യ. പിന്നെ അമ്മ എന്താ ഓർഡർ ചെയ്ത്? അമ്മ ഓർഡർ ചെയ്ത് അല്ല, അങ്ങനെയല്ല. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് ഓപ്പൺ ബട്ടർ മസാല ദോശയാണ് കേട്ടോ അമ്മയ്ക്ക് പറഞ്ഞിരിക്കണത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്കത് കഴിഞ്ഞിട്ട് വേണം, ഭക്ഷണം കഴിച്ചിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ. അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ നമ്മളിപ്പോ പെരിന്തൽമണ്ണ വന്നാൽ ഫുഡ് കഴിക്കാൻ നമ്മൾ വിരാസത്തിലേ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നിങ്ങളിവിടെ കാണിച്ചത് കേട്ടോ. കുറെ പേര് നമ്മള് വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാറുണ്ട്, കഴിച്ചിട്ടുണ്ട്, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സന്തോഷം. നല്ല ചുക്കുള്ളാലേ ഇവിടുത്തെ ഫിൽട്ടർ വാട്ടറിന് അങ്ങനെ ഒരു നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റും. അതെ, കരിങ്ങാലിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചുക്കിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അതെ. മാളു എങ്ങനെയുണ്ട് വെള്ളം? അച്ഛൻ വന്നപ്പോ തൊട്ട് തുടയ്ക്കാൻ തുടങ്ങിയതാ. അച്ഛന്റെ തൊടാൻ പറ്റില്ല. അമ്മ വെയിറ്റ് ചെയ്യണോ? അച്ഛൻ സദ്യ കഴിക്കണേ, എന്താ ദോശ കഴിക്കാത്ത? സദ്യ, ഇവിടുത്തെ സദ്യ ഗംഭീരാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞാണോ സദ്യ കഴിച്ചത്. പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ സദ്യ കഴിക്കാത്തത്. അതിന് പകരം അച്ഛൻ്റെ ഉപ്പേരിയും പച്ചടിയൊക്കെ മോഷ്ടിക്കുന്ന ആളാണ് ഞാന്. അതെ, അതൊക്കെ ഞാൻ മോഷ്ടിക്കും. രസവും അതൊക്കെ ഞാൻ മോഷ്ടിക്കും. അച്ഛന് വെറും സാമ്പാറും ചോറും മാത്രം, ബാക്കിയെല്ലാം ഞാനും മാളും കൂടെ മോഷ്ടിക്കും. അല്ലേ മാളു? യെസ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, ഇരുന്ന് സംസാരിക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ പ്ലേറ്റ് വന്നപ്പോ പ്ലേറ്റ് വന്നു. ഇനിയിപ്പോ ഫുഡ് വരാൻ കൂടെ കുറച്ച് നേരമല്ലോ അറിയാം. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ വരാറ്. എന്താ ഒന്നുകൂടെ പറയൂ? അല്ല, പ്ലേറ്റ്സ് ഒക്കെ ചൂട് കണ്ടില്ലേ? ചൂട്. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് വരാറുള്ളത്. മാള് പറയാം ഇതെന്താ ഇത്ര ചൂട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതെ, നല്ല ഹൈജീനാണ്. കിച്ചണൊക്കെ നമ്മൾ അന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പൺ കിച്ചൺ കൂടെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കുമ്പോ നല്ലത് കഴിക്കണല്ലോ. എന്തായാലും പൈസ കൊടുത്ത് നമ്മളൊരു സംഭവം കഴിക്കുമ്പോ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടണമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഫുഡ് വരട്ടെ. വിശക്കാൻ തുടങ്ങി, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല.
ഈ മുഖത്തെ ചിരി കണ്ടില്ലേ, ഭക്ഷണം മുന്നിൽ എത്തിയതിൻ്റെ ചിരിയാണ് കേട്ടോ. ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് കടലക്കറി, പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള പാൽ കാന്താരി കപ്പ അല്ലേ, പൂള, നമ്മൾ നാട്ടിലൊക്കെ പൂള നാട്ടാ പറയുക. അത് വെച്ചിട്ട് നമ്മൾ പാൽ കാന്താരി ഉണ്ടാക്കിയൊരു സൂപ്പർ ഡിഷാണ് ഇത്. പെരിന്തൽമണ്ണ വേറെ എവിടെയും കിട്ടില്ല, നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കസിൻ ഉണ്ട്, അപ്പോൾ കസിൻ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് ഫസ്റ്റ് ടൈം. അന്ന് തന്നെ ഞാനിതിൻ്റെ ഡൈഹാർട്ട് ഫാനായി മാറി കേട്ടോ. അത്രയും സ്വാദുണ്ടായിരുന്നു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പാൽക്കാന്താരി കഴിച്ചിട്ടുണ്ടോ? കപ്പ ഇട്ടിട്ട് പാൽക്കാന്താരി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെള്ളയപ്പം കൂടിയാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്നത്. നല്ല സ്വാദുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ സദ്യ വിട്ടൊരു കളി ഇല്ല. എക്സൈറ്റിംഗ് ആണോ സദ്യ കഴിക്കാൻ? എക്സൈറ്റിംഗ് ആയിട്ടിരിക്കണം അച്ഛൻ. വാവ്, ഓപ്പൺ മസാല ദോശ, ഓപ്പൺ ബട്ടർ മസാല ദോശ. ആ സെർവ് ചെയ്ത സ്റ്റൈല് നല്ല രസമുണ്ടല്ലേ? അമ്മയ്ക്ക് ഞാൻ ഇത്തവണ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്പൺ ബട്ടർ മസാല ദോശയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമൽ മസാല ദോശയിൽ നിന്നും നല്ല വ്യത്യാസമായിട്ടുള്ളൊരു സംഭവമാണ്. ഓപ്പൺ ആയിട്ടായിരിക്കും ആ മസാല ദോശ ഇരിക്കുക. ബട്ടറൊക്കെ ഇട്ടിട്ടാണ്. ഇതിൻ്റെ മസാലക്കൂട്ടും നല്ല വ്യത്യസ്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെരിന്തൽമണ്ണ ആയിട്ട് പോലും ഞങ്ങൾ ഈ ഒരു ഹോട്ടലിനെ പറ്റി അറിഞ്ഞിട്ടില്ല, മുത്തശ്ശി കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ. അപ്പം നമ്മളും ഭയങ്കര താങ്ക്സ്ഫുൾ ആയിട്ടോ. അതിനുശേഷം എന്താ അമ്മ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഈ ബട്ടർ കൂട്ടി ഈ ഒരു സാമ്പാറും അതുപോലെ തന്നെ കുറച്ച് മസാലയും കൂടെ ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ അയ്യോ എന്തൊരു ടേസ്റ്റ് അറിയോ. സാധാ മസാല ദോശയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്പൺ ബട്ടർ മസാല ദോശ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് കുറേ ആഗ്രഹിക്കണം. ഇവിടെ വരുമ്പോൾ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, അതാണ് പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ മൈസൂർ, ബോംബെ അങ്ങനത്തെ ഒക്കെ ഏരിയയിലില്ലേ, നമ്മൾ അപ്പോൾ മൈസൂരൊക്കെ പോയ സമയത്തൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഉടുപ്പി പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടുപ്പിയിലൊക്കെ ഉണ്ടായിരുന്നു ഓപ്പൺ ബട്ടർ മസാല ദോശ എന്ന് കേട്ടോ. അങ്ങനെ ഓപ്പൺ ബട്ടർ മസാല ദോശ ട്രൈ ചെയ്തതിൻ്റെ എനിക്ക് 2 കഷ്ണം അമ്മ തന്നു. മറ്റേതമ്മ മസാല ദോശ ഇല്ലേ, അമ്മ ഏതാളറിയോ, അമ്മ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മസാല ദോശ ഓർഡർ ചെയ്താൽ അമ്മ അറിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്തത്, പിന്നെ എന്തിനാ ഇന്ത്യന്ന് ചോദിക്കണത്, ഇതിക്കുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയും കേട്ടോ അമ്മ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ മസാല ദോശ. ഇത് പിന്നെ ഇവിടുത്തെ മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച പോലെ ഇരിക്കും കേട്ടോ. ഇവരെന്തൊക്കെയാണ് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തൊക്കെയോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഡബ് ചെയ്യണത്, അതുകൊണ്ടാണ് കേട്ടോ. സദ്യ കഴിച്ചോളൂ. അതെ, പുറത്ത് ഇന്ന് ഒരു മഴ ദിവസമാണ്. അതെ, അപ്പൊ ചൂടുള്ള ചോറും സദ്യ വട്ടങ്ങളും അത് കണ്ടിട്ട് അതും കൂടെ കഴിക്കാൻ തോന്നുന്നു. അതെ അതെ, അതാണ് അച്ഛന്ന് സദ്യ മതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നല്ല ചൂട് ചോറും നല്ല ഉഗ്രൻ സദ്യ വറക്കണ ചോറ്, പൊന്നേരി ചോറ്. അതെ, 2 റൈസും ഉണ്ട് കേട്ടോ അവിടെ. പൊന്നേരി ഉണ്ട്, ജയ ഉണ്ട്. അപ്പൊ ഏതാ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു ജയ വേണ്ട, പൊന്നേരി മതി. അമ്മ കഴിച്ചോ? കഴിച്ചു. അമ്മൂന്റെ പാൽക്കാന്താരി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പാൽക്കാന്താരി, നല്ല സ്വാദുണ്ട്. 2 ആളെ വെള്ളപ്പത്തിൻ്റെതും നാളുവിൻ്റെയും കഴിഞ്ഞു. നാളുവിൻ്റെ കടലക്കറി കുറച്ചുണ്ട്, കമ്മിലി കുറച്ചുണ്ട്. ഞാൻ ഒരു വെള്ളപ്പം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളിന് വേണാനി നാളെ 3 കഴിച്ചു അല്ലേ? അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. അതെ, നല്ല ഊണായിരുന്നു. അതെ, നല്ല സദ്യ. ഞാനിവിടുത്തെ മെഴുക്ക് വരട്ടിയുടെ ഫാനായി മാറി ഇപ്പോൾ. കാരണം മെഴുക്ക് വരട്ടി ഒന്നും ഇപ്പം എവിടെയും സദ്യയിലുണ്ടാവും, ഹോട്ടലിലൊക്കെ കുറവാട്ടോ. തോരനാവും അധികം ഉണ്ടാവും. അതെ, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ നിന്ന് മോഷ്ടിച്ചു, മെഴുക്ക് വരട്ടി മോഷ്ടിച്ചു, ഉപ്പിലിട്ടതും മോഷ്ടിച്ചു, കൊണ്ടാട്ടമുളകും മോഷ്ടിച്ചു. അതുപോലെ ഞാൻ കുറച്ച് അച്ഛൻ്റെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു. കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പായസം നല്ല ഇഷ്ടമായി. നമ്മൾ ഓരോ ദിവസം ഇവിടെ വേറെ വേറെ പായസമാണല്ലേ? ഓരോ ദിവസം ഓരോ പായസം. ഇന്നിപ്പോ പാലുകൊണ്ടുള്ള പായസം വെച്ചാൽ നാളെ ശർക്കര ഇട്ടത് അങ്ങനെ ഉണ്ടാവും. ഇളനീർ പായസം വരെ ഉണ്ട്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച ടേബിളിൽ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണൊന്നും കാണില്ല കേട്ടോ. അമ്മ വയറ് നിറഞ്ഞോ? ഉണ്ണിക്കുമ്പ നിറഞ്ഞോ? അപ്പൊ എല്ലാം നല്ല സ്വാദുണ്ടായിരുന്നു. സിനിമയ്ക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഊണ് കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ തിയേറ്ററിലേക്ക് പോവാണ്. അതെ,
വയറ് ഫുള്ളായി. അതെ ഫുള്ളായി. കുട്ടി വിളിക്കുന്നുണ്ട്, കുട്ടിയോടെ വെയിറ്റ് ചെയ്തിരിക്കാന്നുണ്ട്. കുട്ടി 12:30 എത്താൻ പറഞ്ഞതാണ്. 5 മിനിറ്റ് മുന്നേ വിളിച്ചിട്ടുണ്ടോ, ഇനിയിപ്പൊ നമ്മള് മറന്നെങ്കിലോ എന്ന് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളിന്നാ പോയിട്ട് വരാട്ടോ. ഇനി തിയേറ്ററിൽ എത്തിയിട്ട് കുട്ടൂരെ കാണിച്ചൊക്കെ തരാട്ടോ. മാളുവിന്റെ ലൈഫിലെ 2ാമത്തെ സിനിമയാണെന്നാണ് മാള് പറയണത്. മാള് എപ്പോഴും ചോദിക്കും നമ്മള് പോകുമ്പോ കൊണ്ടുപോകുന്നത് എന്താ പറയുക, ഈ AC ആകുമ്പോൾ ചിലപ്പോ അധികം പെട്ടെന്ന് ചുമയും ഇതൊക്കെ പനിയൊക്കെ വരുന്നൊരു പ്രകൃതമാണ് മാളുവിന്റെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മള് കൊണ്ടുപോകലില്ല. പിന്നെ പഠിക്കാനും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കലാണ്. ചെറിയ കുട്ടികളാകുമ്പോ തണുപ്പും ഇല്ലാതെ പറ്റില്ലല്ലോ. അതെ. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും മാളുവിനെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ മാളു? ഇങ്ങോട്ട് വരൂ, കാണൂ. അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മളിത് തിയേറ്ററിൽ എത്തിട്ടോ. ഇതാ തിയേറ്ററിൽ എത്തി. ഹായ് മഹേഷ് അവിടെ ഇരിക്കുന്നുണ്ട്. മഹേഷ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഉണ്ണിവയറൊക്കെ നിറച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടു ഈയേ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മാളൂനെടുത്ത ടിക്കറ്റ് ലാസ്റ്റ് ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആരൊക്കെയോ പരിചയമുള്ളവരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പറഞ്ഞ് ഇരുത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്നു കേട്ടോ. മാളൂന് ആദ്യം എൻ്റെ മടിയിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം മാളു പറഞ്ഞു അപ്പുറത്ത് നല്ല സീറ്റ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ മുത്തശ്ശി എത്തിയിട്ടുണ്ട്. ഞാൻ 3:10 പറ്റി ഓട്ടോ വരാനുണ്ട്. 3:40 കഴിഞ്ഞിട്ട് ഓട്ടോ വന്നത്. വന്നപ്പോ ആദ്യം വണ്ടി ഇവിടെ ഉണ്ടോ നോക്കി നിങ്ങൾ പോയി. നിങ്ങൾ വന്ന് കണ്ടുപോ. ചിലരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാനാണ്ട്. അപ്പൊ ഇങ്ങനെ കാണാനൊക്കെ വണ്ടി വന്നോ, വണ്ടിയുടെ നിർത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് കൊട, വടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓൺലൈനിൽ നിന്നാണോ വാങ്ങിക്കുന്നത്, എല്ലാം ഓൺലൈനിൽ നിന്നാണോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. പിന്നെ നമുക്ക് പറ്റിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളോട് കൂടെ പറഞ്ഞു തരാം. നിങ്ങളോടൊന്നായിപ്പോയി നിങ്ങളോട് കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമല്ലേ. എന്തെങ്കിലും ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്, ഏതാ ലിങ്ക്. അത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വേറൊരാളുടെ കയ്യിൽ കാണുമ്പോൾ നമുക്കത് ഇഷ്ടമാണ്, നമുക്കത് കൊണ്ട് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും മുത്തശ്ശി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ അറ്റ്ലസിലേക്കാണ്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാരണം, കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത്രയും ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് ഇവിടെ വരിക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനങ്ങളാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണുണ്ടോയെന്ന്. അന്നദാനത്തിന് വരെ ഇത്രയും ക്യൂ ഉണ്ടാവില്ല കേട്ടോ. അത്രയും തിരക്കുണ്ട് കേട്ടോ. ജഗ പുകേനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരികെ എനിക്ക് ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇവിടെ നിന്ന് പോയാൽ മതി തോന്നാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ്. ബില്ല് ചെയ്യാൻ്റെ സെക്ഷനിൽ അത്രയ്ക്കില്ല, ബില്ല് ചെയ്യുന്നതിൻ്റെ സെക്ഷനിൽ അത്രയ്ക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ എടുക്കണം അവിടെ അത്രയും തിരക്കുണ്ട് കേട്ടോ. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്ലൗസ് പീസൊക്കെ നോക്കാൻ വേണ്ടി മേലെ കയറി. പക്ഷെ ഇപ്പോൾ പുതിയ കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല ഒന്നുണ്ട്. അധികം ഒന്നും കാണാനില്ല. ഒക്കെ പഴയതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും വാങ്ങിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നൊന്നും. പിന്നെ ഞങ്ങൾ നേരെ താഴത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് മാളുവിന് ബാഗ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ കുടയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ നല്ല വെറൈറ്റി ഇമ്പോർട്ടൻറ്റ് കുടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര വെറൈറ്റീസ് ഒന്നും കണ്ടൊന്നുമില്ല. പക്ഷെ നോർമൽ റേറ്റിൽ ഇപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് 160 രൂപയ്ക്കൊക്കെ കുട്ടികളുടെ മറ്റേ പുള്ളിക്കുടലേ കാർട്ടൂൺ കുടകളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ അതുണ്ടാവും. അതിലാ ബാർബി ഉള്ളത്. പിങ്ക് ഒക്കെ ആകുമ്പോൾ എന്തായാലും പോവും. കൊടയുടെ ബാക്ക് വശം കാണാനില്ല. കൊട സെലക്ട് ചെയ്തതായിരുന്നു. ഇതിന്റെ ഈ ഒരു ക്യാപ്പ്, അതെ ഇതിന്റെ ഈ ഒരു ക്യാപ്പ് പിങ്ക് ആയിരുന്നു മാളു എടുത്തത്. അത് കാണാനില്ല. കുഞ്ഞാക്കല്ലേ? ആ കുഞ്ഞാക്കി എടുത്തത് അല്ല, മാളു പിങ്ക് എടുത്തത്. അത് നോട്ടെ. ബാർബി ഒന്ന് ഓപ്പൺ ചെയ്യുമോ?
ആ ഓക്കെ ഇത് വാങ്ങിയിട്ടുണ്ടല്ലോ. ആ അത് ഒന്ന് ക്യാപ്പ് പോയണ്ണു. അപ്പോൾ നമ്മൾ കുട ഒന്ന് മാറ്റി. നോട്ടമ്മ കുട അതില് കുട്ടിയുടെ ഇതിലേക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതൊക്കെ രസമില്ല നീ മാളുവിന് ഞാനൊരു സാധനം വാങ്ങി തരട്ടെ. മാളുവിന് ഞാൻ കേക്ക്. അതെ അല്ലേ, ഞാൻ ഒന്നും വാങ്ങി തരില്ല. അങ്ങനെ എന്നാ ഓക്കെ. ഇതാ യെല്ലോ സൽവാർ നല്ല ഭംഗി. അത് അന്ന് കാണിച്ചു കൊടുത്താണ്. ഇതിന് 800 സംതിങ് രൂപയുള്ളൂ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. ഈ മോഡലൊക്കെ ഇവിടെ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പോവാ വാങ്ങിത്തരുമോ? വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ വെറുതെ പറഞ്ഞോ. മാള് പകുതി ഉറക്കത്തിലാണ്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. അതെ, ഏതായാലും ഇറങ്ങിയില്ല. അപ്പോൾ ഇവിടുന്നോട്ട് വാങ്ങാം. ചെരുപ്പ് വാങ്ങിക്കാൻ വെച്ചിട്ടാണ്. ഹോൾസെയിൽ കടയാണ്. അതെ, ഹോൾസെയിൽ കട നമ്മളെ മനോജ് ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്നാണ് ഇപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാറുള്ളത് ആദ്യമേ. കുഞ്ഞാക്ക് അങ്ങനെ റെയിൻകോട്ട് കിട്ടി. ഓ സൂപ്പർ തന്നെ, രസമുണ്ടോ? എനിക്ക് ബാർബിയുടെ പോയിട്ടുണ്ട്. ബാർബിയുടെ കൊട. ഇതിന്റെ വേറെ കവറോ? അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്നാ എല്ലാവർക്കും ബായ് കൊടുത്തോളൂ. മുത്തശ്ശി ബായ് കൊടുക്കൂ.